ഇനി എനിക്ക് ചോദിക്കാനുള്ളത് അമ്മയുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. അത് തുടക്കം തന്നെ നഗരമേ നന്ദിയിലെ ക്യാരക്ടർ മിസ്സസ് മേനെ വെച്ച് തുടങ്ങാം. അതായത് അപ്പം സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയോ ഇതിനെ പറ്റിയോ ഒന്നും അറിഞ്ഞൂടാ. അന്ന് അമ്മ വീട്ടിലുള്ളതുകൊണ്ട് അമ്മയടുത്ത് പറയും ഇന്ന പടത്താണ് പോയി അഭിനയിക്കണം. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ അറിയാവൂ എന്താണെന്ന്. പക്ഷേ എനിക്ക് ആ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഒരു വലിയൊരു ഇത് കിട്ടിയത് എന്തെന്ന് വെച്ചാൽ, ഞാൻ എവിടെയോ ഒരു കടയിൽ പോയിരിക്കുകയായിരുന്നു. ദറ്റ് ഈസ് അവിടുത്തെ ഒരു വലിയ നല്ലി എന്ന് പറഞ്ഞൊരു കട. അവിടെ പോയി ഇങ്ങനെ എന്തൊന്നോ സാരിയോ എന്തൊന്നോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു ഒരു സ്ത്രീ, നല്ല ചുരുണ്ട മുടിയൊക്കെ ആയിട്ട്, വെരി ഫെയർ ലേഡി. ഹലോ, സുകുമാരി അല്ലേ? ഞാൻ പറഞ്ഞു അതെ. എന്നുവെച്ചാൽ അന്ന് നമുക്ക് ഇതൊന്നും വലിയ ഇതാണെന്നല്ല. സുകുമാരിയാണ് എൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് ക്യാരക്ടർ? ഐ എം മിസ്സസ് മേനോൻ. ഞാൻ അതിശയിച്ചു. എന്നുവെച്ചാൽ 2-3 ദിവസം ആ ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ ആ ക്യാരക്ടർ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ അറിയാം. ഞാൻ സുകുമാരിയെ കാണാതിരിക്കുകയായിരുന്നു. സുകുമാരി എന്നെ കണ്ടിട്ടില്ലല്ലോ. സത്യത്തിൽ പറഞ്ഞാൽ ഷി വാസ് എ വണ്ടർഫുൾ ലേഡി. അത് നമ്മൾ കണ്ടിരിക്കണം. അത്ര നന്നായിട്ട് അവർ സംസാരിച്ചു. അതിൻ്റെ ഒരു പൂർവ്വ വേർഷനാണ് മാളുവമ്മ അല്ലേ? അരപ്പട്ട. അതെ അരപ്പട്ട. പക്ഷേ അരപ്പട്ട എന്ന് പറയണത് സത്യത്തിൽ പറഞ്ഞാൽ അത് പത്മരാജൻ സാറിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയും. നമ്മളിത് എന്താണ് എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. വാട്ട് ഹി വാണ്ട്സ്. അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. അതിന് 2-3 പടത്തിന് ആ പ്രാവശ്യത്തെ അവാർഡ് അതിനാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം പറയും എന്താണ് വേണ്ടത്, എന്താണ് ഏതാണ്. എൻ്റെ കൂടെ അഭിനയിച്ച ഒരു കുട്ടിയെ തന്നെ എത്ര ടേക്ക് എടുത്തെന്നറിയാം. വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ആവശ്യമുള്ളത് അതിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടിയില്ല. അതിനുവേണ്ടി എത്ര അടി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അതാണ്. ബട്ട് അവർക്കൊക്കെ എന്ത് വേണം എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ദേ ആർ നല്ല റൈറ്റേഴ്സ് ആയതുകൊണ്ട് അവർക്കറിയാം എന്താ വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറച്ച് കഷ്ടപ്പെടുമ്പോൾ ചെയ്യാമായിരുന്നു പ്രിപ്പറേഷൻ തോന്നിയിട്ടുണ്ടോ? നമ്മൾ ശരിക്കും ചെയ്തില്ലെങ്കിൽ ആ ഡയറക്ടർ വിടൂലല്ലോ. അതെ, ചെയ്തേ പറ്റൂ അല്ലേ? ചെയ്തേ പറ്റൂ. നമ്മളിപ്പോൾ ശരിക്കും ചെയ്തില്ല, നമുക്ക് 1 more ടേക്ക് എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമല്ലോ. അതെ, ഡയറക്ടറിനോട് ആവശ്യപ്പെടാമല്ലോ. അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവർ വിടൂലല്ലോ. അതെ, അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യിപ്പിക്കും. അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടത്തിൽ നിഴൽക്കൂത്തിൽ അഭിനയിച്ചിട്ട് സാർ അമ്മയ്ക്കൊരു 12 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ സാർ പറഞ്ഞോ, ഇത് മുമ്പ് ഞാൻ ഒരു സിനിമയിൽ പോലും എടുക്കാത്തതിലും അത് വളരെ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞോ? അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഷൂട്ടിങ്ങിന് പോണത്. ഞാൻ, സാറ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഞങ്ങളെല്ലാവരും. എനിക്ക് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സാറ് പറയും. അപ്പം അതൊക്കെ പറയേ ഉള്ളൂ. പിന്നെ അതൊരു തമിഴ് ക്യാരക്ടറായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഹി വാസ് വളരെ ഫ്രാങ്ക് ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും മനസ്സിൽ വിചാരിക്കില്ലേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ കഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. വളരെ ഫാസ്റ്റായിട്ട് ഡബ്ബിങ് തന്നെ വളരെ പെട്ടെന്ന് തീർന്നു. തമിഴായതുകൊണ്ട് എനിക്ക് വലിയ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ അടുത്ത പടത്തിലും ചെയ്തല്ലോ. അടുത്ത പടത്തിലും ഞാൻ പോയി ചെയ്തു. അത് ഓഫ്കോഴ്സ് നല്ല മലയാളമായിരുന്നു. കുറച്ച് ഡയലോഗ് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചെയ്തു. എവിടെയോ എഴുതി കണ്ടു ഇങ്ങനെ മിഴികൾ സാക്ഷി എന്നുള്ള സിനിമ, അതിൽ ക്യാരക്ടർ അമ്മ റോള്, അതിലൊരു അവാർഡ് എല്ലാവരും സുകുമാരമ്മയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നു. അവാർഡ് പ്രതീക്ഷിക്കുന്നു എന്ന് പറയണത് അത് പ്രതീക്ഷിച്ചുകൊണ്ടാണോ നമ്മൾ പടം ചെയ്യുന്നത്? അല്ല, ഒരിക്കലും അല്ല. ആരും എവിടെ ഏത് ഭാഷയിലാണെങ്കിലും ശരി, ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ശരി, എനിക്കിതിന് അവാർഡ് കിട്ടും അല്ലെങ്കിൽ എനിക്കിത് അവാർഡ് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ചെയ്യണം? അല്ല, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു. അത് കിട്ടുന്നതും കിട്ടാത്തതും അത് ഓരോരുത്തരുടെ കയ്യിലാണ്, അല്ലേ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലാണ്.
ഇപ്പം എന്നെയും കാട്ടി ബെറ്ററായിട്ട് വേറെ ഒരു പടം ആരെങ്കിലും ഒരാൾ അഭിനയിച്ചിരിക്കുകയാണെന്ന് നാച്ചുറലി അവർക്കല്ലേ കൊടുക്കേണ്ടത്. ഇത്രയും വളരെ എനർജറ്റിക് ആണ്. മിക്കവാറും പ്രിയദർശനും മോഹൻലാലും മുട്ട ദോശ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടിട്ടുണ്ട്. ശരിയാണ്. ആകെ ഒരു കാലം എന്ത് വേണമെങ്കിലും പിള്ളേർ നമ്മുടെ പിള്ളേരല്ലേ അല്ലേ? ഇപ്പം അവരെ വീട്ടിലായിരുന്നെങ്കിൽ അവരുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കൂലേ? ഇപ്പം ഇവിടെ ഇല്ല. എന്തിന് ഇപ്പം ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുന്ന എന്തിന്? നമ്മളുണ്ട്, വാ, അത്രേ ഉള്ളൂ. ഇപ്പം ആർക്കെങ്കിലും സുഖമില്ലെന്ന് പറഞ്ഞാലും അത് മരുന്ന് കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാത്തിനും തയ്യാറാണ്. ഇനി വരാൻ പോകുന്ന സിനിമകൾ ഇപ്പം എന്തോന്നും ഒരു 2-3 തമിഴ് പടങ്ങൾ ചെയ്യുന്നുണ്ട്, മലയാളം ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും ഈ പേര് പറയാറില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പടത്തിലുണ്ട്, നമ്മൾ ഈ കഥാപാത്രം ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഒരു ഇത് നോക്കുമ്പോഴത്തേക്ക് ആ പടം റിലീസായിരിക്കും നമ്മളെ കാണില്ല. അവർ പറഞ്ഞത് വെറുതെ ആയിപ്പോവും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചിലത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പേരും പറയാറില്ല. 3 പടം ഏതെങ്കിലും വരുമ്പോ കാണാം. ഇത്രയും പടങ്ങൾ ചെയ്യുന്നു, ഇത്രയും ഞാൻ പ്രസരിപ്പ് 100% പോസിറ്റീവ് എനർജി ഇപ്പോഴത്തെ കുട്ടികളിലതുണ്ടോ? ഇപ്പോഴത്തെ ആക്ട്രസ്മാരുടെ ചില കുട്ടികളുണ്ട്. ചില കുട്ടികൾ വെരി ഹാർഡ് വർക്കിംഗ്, ഒരുപാട് കുട്ടികൾ ഉണ്ട്. പിന്നെ എല്ലാവരും നല്ല, എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ അടുത്ത് എല്ലാവരും നല്ല പെരുമാറ്റമാണ്. എല്ലാവരും ഏത് ആൺകുട്ടികളായിരുന്നാലും ശരി പെൺകുട്ടികളായിരുന്നാലും ശരി അവർ സംസാരിക്കുന്നതും നമ്മളെ കൂടെ ഉള്ളപ്പോഴത്തേക്ക് നമ്മളെ അവർ എൻകറേജ് ചെയ്യുന്നതും എല്ലാം കൊണ്ടും വെരി വെരി ഫ്രണ്ട്ലി. അപ്പോൾ ഈ ഇത്രയും തിരക്കിൽ ഓടി നടക്കുമ്പോൾ ഫാമിലി ഡോക്ടർ സുരേഷ് മകൻ്റെ കൂടെയും ഉമയുടെ കൂടെയും കൊച്ചുമോളുടെ കൂടെയൊക്കെയുള്ള സമയം എപ്പോഴാണ്? അവരെല്ലാവരും എപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട്. എല്ലാവരും അവരവരുടെ ജോലി എപ്പോഴും നമ്മുടെ അടുത്തിരിക്കാൻ പോണോ? പക്ഷെ അങ്ങനെ ഒരു വെക്കേഷൻ ഒക്കെ എടുക്കാറുണ്ടോ സുഗാനമ്മ? ഞാനോ? ഒരു വെക്കേഷൻ അമ്പലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്പലത്തിൽ പോകും. സമയം കിട്ടിയാ പോയി. അതും തിരക്കുള്ള ദിവസങ്ങളൊന്നും പോയില്ല. തിരക്കുള്ള ദിവസം പോയാല് ഭഗവാനെ കാണാനൊക്കില്ല, ഓരോരുത്തരുടെ തലയെ കാണാനൊക്കെ. തിരക്കുള്ള സമയത്ത് പോകില്ല, തിരക്കില്ലാത്ത സമയത്ത് പോവും, തൊഴും. പറയേണ്ട കാര്യങ്ങളെ എല്ലാരെ പറ്റിയും പറയും. ആർക്കാർക്ക് എന്തെല്ലാം വിഷമമുണ്ട്, അപ്പൊ അവരെ എല്ലാരും നോക്കിക്കൊള്ളു. എല്ലാം ഇത്ര സമയം എൻ്റെ കൂടെ ഇരുന്ന് ഇത്രയും എന്നെ ഒരു പഴയ കാലങ്ങളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പുതിയ കാലം വരെ എത്തിച്ചതിന്. പഴയ കാലങ്ങളെന്ന് പറഞ്ഞാൽ മോളെ എന്നെയും കാട്ടി എത്രയോ ചെറുപ്പം, ഇപ്പം വളരെ അടുത്ത കാലങ്ങളെന്ന് പറയാം. താങ്ക് യു വെരി മച്ച്.